സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് പിതാവ്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചു. മരണത്തെ സംബന്ധിച്ച് ജയപ്രകാശ് മുഖ്യമന്ത്രിയോട് CBI അന്വേഷണം ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിക്കണമെന്നും മർദ്ദനത്തിന് ശേഷം എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തയാൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നും മുഖ്യമന്ത്രിയോട് സിദ്ധാർത്ഥന്റെ പിതാവ് ചോദിച്ചു. സംഭവത്തിൽ CBI അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും പ്രതിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. ദേവരാജൻ എന്ന പ്രതിയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചില്ല. ഇപ്പോൾ ആന്റി റാഗിംഗ് സമിതിയുടെ അന്വേഷണം പുറത്തുവന്നു. ഇതിൽ ദേവരാജന്റെ പേരുമുണ്ട്. ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും പുറത്താക്കി കൊലക്കുറ്റത്തിൽ പ്രതിയാക്കണം. പൂക്കോട് കോളേജിൽ നിരവധി ആത്മഹത്യയും കൊലപാതകവും അപകടവും നടന്നു. ഇതെല്ലാം അന്വേഷിക്കണമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ആവശ്യപ്പെട്ടു. സർക്കാർ ഉടൻ തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടും എന്നാണ് സൂചന. സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്ന ക്രൂരത മുഖ്യമന്ത്രിയോട് വിവരിച്ചു. മരിച്ചതല്ല കൊന്നതാണെന്ന് തുറന്നു പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ നോക്കട്ടെ എന്നല്ല ഉറപ്പാണ് പറഞ്ഞതെന്നും ജയപ്രകാശ് വ്യക്തമാക്കി. CBI അന്വേഷണം വേണമെങ്കിൽ അതുതന്നെ ചെയ്യാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതേസമയം ട്രെയിനിൽ വെച്ച് സിദ്ധാർത്ഥനെ വകവരുത്താൻ ശ്രമിച്ചോ എന്ന് സംശയമുണ്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു. ദേവരാഗ് എന്ന പുതിയ പേര് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുണ്ട്. സുഹൃത്ത് അക്ഷയെ സാക്ഷിയോ മാപ്പ് സാക്ഷിയോ ആക്കരുത്, അവൻ പ്രതിയാണെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി CBI അന്വേഷണം ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU പ്രസിഡന്റുമാർ നടത്തിവരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാവുകയും കടുത്ത വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. RJD ആണ് യോഗത്തിൽ വിഷയം ഉന്നയിച്ചത്. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്ന് RJD ആവശ്യപ്പെട്ടു. ഇതെല്ലാം പരിഗണിച്ചാണ് CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളുമായിരുന്നെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ മാസം 14 മുതൽ 18 വരെ ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറഞ്ഞു.